പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മിടുക്കരായ 40 കുട്ടികളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു നല്ല ഒരു പരിപാടിക്ക് ഉദ്ഘാടനം കഴിച്ച MLA ബഹുമാനപ്പെട്ട ബീന ജോർജ്, ആളുകളെ ഒന്ന് കൂടുതൽ വലിയൊരു പരിചയമൊന്നുമില്ല. ഏറ്റവും പരിചയമുള്ളത് രാജേഷ് സാറിനാണ്. നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭരണസമിതി അംഗം കൂടിയാണ് രാജേഷ് സാറ്. അതുപോലെ ഒരു ജയലളിത ടീച്ചർ, അങ്ങനെയുള്ള ഒരുപാട് പ്രമുഖര് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നേരം അവർക്കെല്ലാം തന്നെ നമസ്കാരം പറയും. പിന്നെ മിടുക്കരായ കുട്ടികൾ, അതുപോലെ രക്ഷിതാക്കള്, അവർക്കെല്ലാം തന്നെ ഞാൻ നമസ്കാരം പറയും. ഈ ആദ്യത്തെ പരിപാടിയിൽ തന്നെ ഗണിതം വെക്കണോ എന്ന് ഞാൻ സംശയിക്കണം. കാരണം കുട്ടികൾക്ക് ഏറ്റവും പ്രയാസമായിട്ട് അനുഭവപ്പെടുന്ന വിഷയമായിട്ടാണ് കണക്ക് അറിയപ്പെടുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പോലും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വിഷയമാണ്. ശാസ്ത്രം എന്നുള്ളത് ഒരു റിയൽ സബ്ജക്റ്റാണ്. യഥാർത്ഥ ഒരു വസ്തുതയാണ്. ശാസ്ത്രത്തിന്റെ ഉപവിഭാഗങ്ങൾ കുറേയുണ്ട്. ബോട്ടണി, സസ്യശാസ്ത്രമുണ്ട്, ബയോളജി, ജീവശാസ്ത്രമുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ. അതിലെല്ലാം നമുക്ക് അതിന്റെ മോഡൽസ് പലതിനും മോഡൽസ് കാണിക്കാം. ഇപ്പം ഒരു സസ്യത്തെ പറ്റി പഠിക്കുമ്പോൾ സസ്യം നമുക്ക് നേരിട്ട് കാണിക്കാം. പക്ഷെ ഗണിതത്തെ പറ്റി പഠിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഗണിതം ഇവിടെ ഈ ലോകത്തില് എല്ലാവിടെയും ഉണ്ട്. പക്ഷെ ഇവിടെ ഇല്ല. അതാണ് ഗണിതത്തിന്റെ പ്രത്യേകത. ഉണ്ട് എന്ന് നമുക്കറിയാം, പക്ഷെ അദൃശ്യമായ രീതിയിലാണ് ഗണിതമുള്ളത്. ഉദാഹരണമായിട്ട് സംഖ്യകളാണ് ഗണിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സംഖ്യ ലോകത്തിൽ ഇവിടെ ഇല്ല കേട്ടോ. ഉണ്ടാവും. നമ്മൾ 5 എഴുതിയ സംഖ്യ 5 അല്ല. 5 എന്നുള്ള, ഇപ്പൊ നമ്മൾ ഉദാഹരണം ഇംഗ്ലീഷിൽ 5 എന്ന് എഴുതുന്നു, അത് നമ്മൾ 5 എന്ന് വായിക്കുന്നു. അത് 5 ആണോ? അതൊരു സിമ്പൽ മാത്രമാണ്. ലോകത്തിൽ അനേകം ഭാഷകളുണ്ട്. ഈ ഭാഷകളെല്ലാം തന്നെ പ്രത്യേകം വാക്കുകളുണ്ട്, ചിഹ്നങ്ങളുണ്ട്. മലയാളത്തിനും ചിഹ്നങ്ങളുണ്ട് കേട്ടോ, അക്കങ്ങളുണ്ട്. ഹിന്ദിക്കാർക്ക് അക്കമുണ്ട്, തമിഴിന് അക്കമുണ്ട്, പഞ്ചാബിക്ക് അക്കമുണ്ട്. അവരൊക്കെ എഴുതുമ്പോൾ അവരുടെ അക്കം ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മൾ മലയാളികൾ എഴുതുമ്പോൾ ഇംഗ്ലീഷ് അക്കം തന്നെയാണ് ഉപയോഗിക്കുന്നത്. മോശമില്ല. ഏതായാലും നമ്മൾ മലയാളികൾ പരിചയപ്പെടാൻ താല്പര്യമില്ല. കാരണം മലയാളികളുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ സ്വയം പൈതൃകത്തെ പറ്റി നമുക്ക് അഭിമാനമില്ല എന്നുള്ളതാണ് സത്യം. ലോകത്തിലെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തം ഏതാണെന്ന് ചോദിച്ചാൽ പലർക്കും പല സംശയം ഉണ്ടാവും. പൂർണ്ണമായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച കണ്ടുപിടുത്തം പൂജ്യമാണ്. പൂജ്യവും സ്ഥാനമില്ലാ സമ്പ്രദായം ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തം. അത് ഇന്ത്യക്കാരന്റെ സംഭാവനയാണ്. പക്ഷെ നമ്മൾ അഭിമാനിക്കുന്ന എങ്ങനെയാണെന്നറിയാം, ഇന്ത്യക്കാരന്റെ കണ്ടുപിടുത്തം പൂജ്യമാണെന്ന്. ഇത് ചിലർക്ക് സംശയമുണ്ടോ, ഈ പൂജ്യം ഇത്ര വലിയൊരു സാധനമാണോ? ഇത്ര വലിയ ഏറ്റവും മികച്ച കണ്ടുപിടുത്തം പറയാൻ പറ്റുമോ? നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം തന്നെയുള്ള എല്ലാ പരിപാടികളിലും എല്ലാം നിയന്ത്രിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലും ഈ ക്ലാസ് നടത്തുന്നതും എല്ലാം തന്നെ കമ്പ്യൂട്ടറിലാണ്, മൊബൈൽ ഫോണിലാണ്, ഡിജിറ്റൽ ഫോട്ടോ. അങ്ങനെ എല്ലാം തന്നെ ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നു. എന്താണ് ഡിജിറ്റലൈസ് നമ്മൾ മാത്രമേ ഓർമ്മിക്കുന്നു. ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ അക്കങ്ങളാണ്. യഥാർത്ഥത്തിൽ അത് വിരലുകൾ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വാക്കാണ്. പണ്ട് കാലത്ത്, ഇപ്പോഴും കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, വിരല് കണക്കൂട്ടാൻ വേണ്ടി വിരൽ ഉപയോഗിക്കും. അപ്പൊ ആ വിരലുകൾ എന്നുള്ള അർത്ഥത്തിലുള്ള അതിനെ നമുക്ക് അക്കങ്ങളാക്കി മാറ്റി. ആ അക്കങ്ങള് ലോകത്തിലെ എല്ലാ ഭാഗത്തും എല്ലാ രാജ്യക്കാരും അവരുടെ ഭാഷകളിൽ പ്രത്യേകമായിട്ട് ചിഹ്നവും അതുപോലെ ലിപി ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. റോമക്കാരാണ് ഇക്കാര്യത്തിൽ ആദ്യകാലത്ത് കുറെ മുന്നോട്ട് പോയത്. അപ്പൊ നിങ്ങള് ഇപ്പോ നമുക്ക് വലിയ ഇപ്പം അധികാരമൊന്നും ഉപയോഗിക്കുന്നില്ല. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു വരക്ക്
ഒന്നിനെ ഒരു വരയിട്ടു, 2-ന് 2 വരയിട്ടു, 3-ന് 3 വരയിട്ടു, 4-ന് 4 വരയിട്ടു, അങ്ങനെ വരകൾ കൂടിക്കൊണ്ടേയിരുന്നു. അപ്പൊ കുറെ വരകളായപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ഇതിങ്ങനെ എണ്ണം പ്രയാസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, 5 ഉണ്ടാകുമ്പോൾ അവൻ ബി എന്നുള്ളൊരു ചിഹ്നമുണ്ട്. ബി എന്നുള്ള ചിഹ്നം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മളെ കൈ നിവർത്തിയാലുള്ള ചിഹ്നമാണ് ബി. അപ്പൊ ബി എന്നുള്ള വലതുഭാഗത്ത് ഒന്ന് ചേർത്താൽ 6 ആകുന്നുണ്ട്, ഇടതുഭാഗത്ത് ഒന്ന് ചേർത്താൽ 4 ആകുന്നുണ്ട്. അപ്പോ 4-ൽ നിന്ന് കുറച്ചാല് 5 ആവും ചിലപ്പോ. കാരണം ഇടതുഭാഗത്ത് ഒന്ന് പോയിക്കാൻ പിന്നെ 5 ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ കുറെ മുന്നോട്ട് പോയപ്പോ 2, 5 ചേർന്നത് അടുത്തടുത്തിൽ 2 ആ ചിഹ്നം ഒന്ന് മാറ്റി താഴോട്ടാക്കി. അത് മേലോട്ട് ഒരു 5-ഉം താഴോട്ട് 2 കൂടി ചേർത്ത് കൊണ്ട് 5 ഉണ്ടായി, 2 5. അതാണ് 10. അത് എക്സ് ആണ്. പിന്നീട് കുറെ മുന്നോട്ട് പോയി അങ്ങനെ സിയിലെത്തി, 100-ലെത്തി. 100 എന്നൊരു പുതിയ വാക്ക് തന്നെ കണ്ടുപിടിച്ചു, ഒരു അക്ഷരം. സെന്റം എന്നുള്ള വാക്കിൽ നിന്ന് സെന്റി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയാം, സെന്റിമീറ്ററൊക്കെ. ആ സി എടുത്തു 100-ന് സൂചിപ്പിക്കാൻ. പിന്നീട് 50-ന് വേണ്ടിയിട്ട് അതിനെ മുറിച്ചു കളഞ്ഞു. സിയെ നേരെ മുറിച്ചു കളഞ്ഞിട്ട് താഴെ ഭാഗത്തുള്ള ഭാഗം എല്ലാണ്. ആ എല്ലാ 50-ന്. പിന്നീട് കുറെ മുന്നോട്ട് പോയപ്പോൾ എം എടുത്തു 1000-ന്. പക്ഷെ അവരൊന്നും തന്നെ ഈ അക്കങ്ങൾക്ക് ഒരു സ്ഥാനവില കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയില്ല. ഇപ്പോഴും 1990 ഏതെങ്കിലും വലിയ പ്രയാസമാണ് കുറെ അക്കങ്ങൾ. പക്ഷെ ഭാരതീയർ മാത്രമാണ് ഈ കാലത്ത് മുന്നോട്ട് പോകുന്നത്. പിന്നീട് ഈ അക്കങ്ങളെ, അതൊരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള അക്കങ്ങളെ, സംഖ്യകളെ അതൊരു ലാംഗ്വേജ് ആക്കി മാറ്റി. ലാംഗ്വേജ് ആയിട്ടാണ് ഗണിതശാസ്ത്രം എന്നുള്ളത്. ഒരു ലാംഗ്വേജ് കൂടിയാണ്, ഒരു ഭാഷ കൂടിയാണ്. 4+3=7 വളരെ ചെറിയ ചിഹ്നത്തിൽ എഴുതാണ്. 4 പ്ലസ് എന്നുള്ള ചിഹ്നം 2 + 3 = 7. അത്രയും ചിഹ്നങ്ങൾ എഴുതും. പക്ഷെ മറ്റ് ഭാഷകളിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചാൽ എത്രയുണ്ടെന്നറിയാം, ഒരുപാട് വരും. 4-ഉം 3-ഉം കൂട്ടിയാൽ 7 ആകും. 4-ഉം 3-ഉം കൂട്ടിയാൽ 7 ആകും. എത്ര വലുതാണെന്ന് 4+3 = 7. ഹിന്ദിയിലും മറ്റു ഭാഷകളൊക്കെ ഇതുണ്ട്. പക്ഷെ ഗണിതത്തിലാണെങ്കിൽ ഏറ്റവും സിമ്പിളായ രീതിയിൽ, ഷോർട്ടസ്റ്റ് ആയിട്ട്, ഏറ്റവും കുറവായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. മാത്രമല്ല അത് കുറച്ചുകൂടി യൂണിവേഴ്സലാണ്. ഈ 4-ഉം 3-ഉം കൂട്ടിയാൽ 7 ആവുമെന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ പരിമിതമായ ആളുകൾക്ക്, മലയാളികൾക്ക് മാത്രമേ മനസ്സിലാവൂ. അല്ലെങ്കിൽ ഹിന്ദിയുടെ ഭാഷ എഴുതി കഴിഞ്ഞാൽ ഹിന്ദിക്കാർക്ക് മാത്രമേ മനസ്സിലാവൂ. പക്ഷെ ഇത് കുറെ കൂടി യൂണിവേഴ്സൽ, കുറെ കൂടി ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതൊരു ഒരു ഭാഷയായിട്ടാണ് ഗണിതത്തെ നമുക്ക് കണക്കാക്കാൻ പറ്റും. അതിന് പിന്നെ നൗണുണ്ട്, വിശേഷമുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ. ഏതായാലും അതൊരു ഭാഷയാണ്. ഈ ഭാഷ കുറെ മുന്നോട്ട് പോയപ്പോൾ അത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ശ്രമം, അന്ന് കമ്പ്യൂട്ടറൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു മെക്കാനിക്കലാക്കി, മെഷീന്റെ ലാംഗ്വേജ് ആക്കി മാറ്റാൻ ഒരു പിൽക്കാലത്തുള്ള ഒരു ശ്രമം ഉണ്ടായി. അങ്ങനെ ഒരു ബൈനറി ഡിജിറ്റ് എന്നുള്ള സംഖ്യത്തിലേക്ക് നമ്മൾ ഇന്നത്തെ ബൈനറി ഡിജിറ്റ് എന്നുള്ളത് ചുരുക്കി ബിറ്റ് ആക്കി. ബൈനറി BINARYDIGIT, ഈ ഒടുവിലത്തെ ടി ആദ്യത്തെ കണ്ടു ചേർന്ന് ബിറ്റാക്കി. ഈ ബിറ്റ് എന്നുള്ളത് 2 അക്കങ്ങൾ മാത്രമാണ്. 0, 1. 0, 1 എന്നുള്ള അക്കങ്ങൾ മാത്രമാണ് ബിറ്റ്. അങ്ങനെയുള്ള 8 ബിറ്റുകൾ ചേർന്നിട്ടാണ് ബൈറ്റ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് 0, 1 എന്നുള്ള ഈ 2 അക്കങ്ങൾ കൊണ്ട് മാത്രം, 2 അക്കം കൊണ്ട് മാത്രം നമ്മൾ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട ഉപയോഗിക്കുന്ന എല്ലാ സംഖ്യകളെയും രേഖപ്പെടുത്താമെന്നുള്ളത് കണ്ടുപിടിച്ചു. നമ്മൾ ഇന്ന് 10 അക്കങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്, 10,000-കണക്കിന് സംഖ്യകളുണ്ടല്ലോ. ആ സംഖ്യകളെ കൊണ്ട് എല്ലാം തന്നെ ഈ 0, 1 എന്നുള്ള അക്കങ്ങൾ മാത്രം ഉപയോഗിച്ച് രേഖപ്പെടുത്താൻ പറ്റും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കുറെ 0, 1 വേണ്ടി വരും. നമ്മൾ ഇപ്പം 286 എഴുതുന്നതിന് 3 അക്കേ വേണ്ടു. പക്ഷെ പിന്നെ 0, 1 മാത്രം ഉണ്ടെങ്കിൽ അത് കൂടുതൽ അക്കങ്ങൾ വേണ്ടി വരും. പക്ഷെ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മളൊരു മെഷീനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണ്? അതായത് 0 എന്നുള്ളത് വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥയാണ്, 1 എന്നുള്ളത് വൈദ്യുതി ഉള്ള അവസ്ഥയാണ്.
അപ്പൊ ഇങ്ങനെയുള്ള ഒരു വസ്തുത, അതായത് പൂജ്യം എന്നുള്ളത് ഇല്ലാത്ത അവസ്ഥയും വൈദ്യുതിയുടെ പ്രസൻസ് ഇല്ലാത്ത അവസ്ഥയും മറ്റേത് പ്രസൻസ് ഉള്ള അവസ്ഥയാണ്. അപ്പൊ നമ്മൾ 2 ബൾബ് മാത്രം എടുത്ത് നോക്കുക. 2 ബൾബ് നമുക്ക് കണക്ട് ചെയ്തിട്ട് പിന്നെ ഓഫാക്കാനും പിന്നെ ഓണാക്കാനും സാധിക്കും വെച്ചു. അപ്പൊ ഈ 2 ബൾബുകളും കത്തുന്നില്ല എന്ന് വെച്ചു. 2 പൂജ്യമാണ്. അപ്പൊ അത് പൂജ്യത്തെ സൂചിപ്പിക്കും. പിന്നീട് 1 ബൾബ് കത്തുന്നു, 1 ബൾബ് കത്തുന്നു. ആദ്യത്തേത് 0 കത്തുന്നില്ല, പിന്നീട് കത്തുന്നു. അപ്പൊ 0 1. പിന്നീട് 1 ആദ്യത്തെ കത്തുന്നു, രണ്ടാമത്തെ കത്തുന്നു. അപ്പൊ 1 0. പിന്നീട് 3 കത്തുന്നു, 1 1 1. അപ്പൊ ഈ 4 അവസ്ഥയിൽ 4 സംഖ്യകൾ ഏർപ്പെടുത്താവുന്നു. അപ്പൊ 0 1 2 3. ഈ 2 ബൾബുകൾ കൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ സംഖ്യകൾ വേണമെങ്കിൽ കൂടുതൽ ബൾബുകൾ ഉണ്ടായാൽ മതി. അപ്പൊ ഇങ്ങനെ ബൾബുകൾ ഇങ്ങനെ കണ്ടമാനം എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ബൈറ്റിലേക്ക് പോയത്. 8 ബിറ്റുകൾ ചേർന്നുകൊണ്ട് 16 ഇതുകൊണ്ട് പിന്നെ ഇതാണ് നമ്മുടെ മെമ്മറി. ബൈറ്റ് എന്നുള്ളത് പിന്നെ അതായത് മെഗാബൈറ്റ് ജിഗാബൈറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിലെ മെമ്മറിയിലൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ കമ്പ്യൂട്ടർ ഈ ബൈറ്റുകളാണ്. പക്ഷെ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ലളിതമെന്നുള്ള കാര്യമൊന്നല്ല. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ സിനിമ കാണാൻ പോകാറുണ്ട്. അന്ന് സിനിമ ടാക്കീസിൽ പോകുമ്പോൾ ചിലപ്പോ വൈകി സിനിമ കാണാൻ കുറച്ച് വൈകും. എന്താണെന്ന് വെച്ചാല് അതിന്റെ സിനിമ എത്തിയിട്ടുണ്ടാവില്ല. എങ്ങനെയാ സിനിമ വെച്ചാൽ ബസ്സിലാണ് സിനിമ വരിക. ഒരു വലിയ പെട്ടിയായിരിക്കും. ചുമട് പോലുള്ള ഒരു 5-10 കിലോ ഉള്ള ഒരു പെട്ടി ചുമന്നിട്ട് അതിൻ്റെ അകത്ത് റീലുണ്ട്. ഇങ്ങനെ വട്ടത്തില് നാട പോലത്തെ ഒരു റീലുണ്ട്. ആ റീല് സിനിമ ടാക്കീസിലെ യന്ത്രത്തിൽ ഫിറ്റ് ചെയ്തിട്ട് കറക്കിയിട്ടാണ് സിനിമ കാണിക്കുന്നത്. ഇന്ന് ഒരു മൊബൈൽ പുറത്തിന് 4-5 സിനിമ നമുക്ക് ലോഡ് ചെയ്യാൻ കഴിയും. ഇത് മെമ്മറിയിലാണ്. ആ മെമ്മറി എന്നുള്ളത് നമ്മൾ അളക്കുന്നത് മെഗാബൈറ്റ് ജിഗാബൈറ്റ് എന്ന് വെച്ചാൽ ആ ബൈറ്റ് തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ജീവാത്മാവും പരമാത്മാവും ഉപയോഗിക്കുന്നത് ഈ 0 1 എന്നുള്ള സംഖ്യയാണ്. ഈ 2 അക്കങ്ങളാണ്. ഈ 2 അക്കങ്ങൾ കൊണ്ടാണ് ഈ മാജിക് മുഴുവൻ നടന്നത്. പക്ഷെ മൊബൈൽ ഉപയോഗിക്കുന്ന ആളോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളോ ക്യാമറ ഉപയോഗിക്കുന്ന ആളോ ആരും പറയുന്നില്ല ഇത് ഗണിതമായിട്ട് ബന്ധം എന്നുള്ള കാര്യം. അതാണ് ഗണിതത്തിന്റെ പ്രത്യേകത. എല്ലാവിടെയും ഉണ്ട്, പക്ഷെ ആർക്കൊന്നും അറിയില്ല. പ്രകൃതിയിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ട്. എവിടെയും ഞാൻ പറഞ്ഞ പോലെ സംഖ്യകൾ എവിടെയില്ല. അതിന്റെ പ്രസൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ 1 എന്ന് മാത്രം ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ 1 എന്ന് മാത്രം ഉള്ളത്? നമുക്ക് ഭൂമി ഒന്നേ ഉള്ളൂ, ചന്ദ്രൻ ഒന്നേ ഉള്ളൂ. അപ്പൊ 1നെ സൂചിപ്പിക്കാതെ നമുക്കിത് ഭൂമി എന്ന് പറഞ്ഞാൽ മതി. ആ രീതിയിലേക്ക് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഒന്നാവും. 2നാണെങ്കിൽ നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, അതൊക്കെ 2ആണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഷയിലുള്ള, അതുപോലെ കൈ നിവർത്തി കഴിഞ്ഞാൽ വിരൽ കഴിഞ്ഞാൽ 5ആണ്. ഇങ്ങനെ സംഖ്യകൾക്ക് വ്യക്തമായ രീതിയിൽ അസ്തിത്വം ഇല്ലെങ്കിലും അതിന് ഒരു 5 ആ സംഖ്യയുടെ ഒരു ആശയം മാത്രമേ ഉള്ളൂ. അതിന് ഒരു മെറ്റീരിയൽ ഇല്ല. പിന്നെ ഒരു ചെമ്പരത്തി പൂ പോലെയോ അല്ലെങ്കിൽ ഹൃദയത്തെ പോലെയോ അല്ലെങ്കിൽ കണ്ണിനെ പോലെയുള്ള മെറ്റീരിയൽ അല്ല. അതുകൊണ്ടാണ് കണക്കിന് കുറച്ചുകൂടി പ്രയാസം. നമ്മുടെ ഒരു സിനിമയിലുള്ള എന്താണ് തിലകന്റെ ഒരു സംഭാഷണം വളരെ ഫേമസ് ആണ്. ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം ഗണിതത്തിലാണ്. സത്യത്തില് അത് ചെറിയൊരു പ്രസ്താവനയാണ്. ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം ഗണിതമാണെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഗണിതത്തിൽ. നമ്മൾ ഓർമ്മിച്ച് വെക്കൂ, പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും ഭൂമിയെ ഞാൻ വിടുന്നു, ഭൂമി മാത്രമല്ല എല്ലാം പ്രപഞ്ചത്തിലുള്ള എല്ലാം കൂടി നോക്കും. ഇനി എവിടെയെങ്കിലും ഗണിതമില്ലാത്ത ഒരു വസ്തുവിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇന്ന ഒരു വസ്തുവിൽ ഗണിതമില്ല. നിങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, നിങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. സമുദ്രശാസ്ത്രം, മാനവശാസ്ത്രം, അങ്ങനെ ഒരുപാട് ശാസ്ത്രമുണ്ട്. ഇലക്ട്രോണിക്സ്, അങ്ങനെ ഒരുപാട് ശാസ്ത്രമുണ്ട്. ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ എല്ലാവരുടെയും പ്രസക്തിയില്ല. പക്ഷെ ഗണിതമില്ലാത്ത ഒരു വസ്തുതയും പ്രപഞ്ചത്തിലില്ല. പ്രപഞ്ചം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെറുതൊന്നല്ല കേട്ടോ. ഭൂമി നമ്മളെ ഒരു വലിയ ഭൂഗോളത്തെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു കുത്തിട്ട് അത്രയും ഭൂമി ഉണ്ടാവില്ല. വസ്തുക്കൾ, അതായത് പ്രപഞ്ചത്തിലുള്ള
നക്ഷത്രങ്ങളും ഉൽക്കകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് എന്റെ അകലം കണക്കാക്കുന്നത് പ്രകാശ വർഷത്തിലാണ്. അതായത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള പ്രകാശം അവിടുന്ന് എത്ര സമയം കഴിഞ്ഞാണ് വരുത്തുന്നത് കണക്കാക്കിയിട്ടുണ്ട്, സമയം കണക്കാക്കിയിട്ടുണ്ട്. അപ്പൊ ഭൂമിയിൽ നിന്ന് ഒരു പ്രകാശം ഇന്ന് പുറപ്പെട്ടാൽ എത്ര ഒരു ദിവസം കൊണ്ട്, ഒരു ദിവസം കൊണ്ടാകുമ്പോൾ പ്രകാശ ദിവസമായി അങ്ങനെ ഒരു വർഷം മുഴുവൻ സഞ്ചരിച്ചാൽ എത്ര കിലോമീറ്ററാണ് നിങ്ങൾ ആലോചിക്കും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ നോക്കും. ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ എത്രയോ കിലോമീറ്റർ പോകും ശബ്ദം, വെളിച്ചം, പ്രകാശദേശം. അങ്ങനെ എത്രയോ പ്രകാശവർഷം അകലെ പോലും നക്ഷത്രങ്ങളും ഗോളങ്ങളൊക്കെ ഉണ്ട്. അത് അത്ര വിശാലമാണ്. അവിടെ എല്ലാം ഗണിതമുണ്ട്. അങ്ങനെ ഗണിതമില്ലാത്ത ഒരു വസ്തുവില്ല. നമ്മുടെ ഭൂമിയുടെ കാര്യം തന്നെ എടുക്കാം. ഭൂമിയുടെ ചലനത്തിന്റെ മാത്രം കാര്യം എടുക്കാം. ഭൂമിയുടെ ചലനത്തിന്റെ കാര്യത്തിൽ നമുക്ക് പറഞ്ഞ പോലെ ഭൂഗോളത്തിന്റെ സ്പന്ദനം. നമ്മള് കലണ്ടറാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഇതിന് ദിവസം കാണാൻ, ആഴ്ച കാണാനൊക്കെ കലണ്ടർ ഉപയോഗിക്കുന്നത്. കലണ്ടറിന്റെ ഒരു പ്രത്യേകത, എല്ലാ മാസത്തിനും ലെവലില്ലാത്ത മാസങ്ങളാണ്. ചിലതിൽ 31 ദിവസം ഉണ്ടാവും, ചില 30 ഉണ്ടാവും, ചിലപ്പോൾ 28 ഉണ്ടാവും, ചിലപ്പോൾ 21 ഉണ്ടാവും, 29 ഉണ്ടാവും. ഇങ്ങനെ കൃത്യമായതാണ്. അപ്പൊ 30 ദിവസമുള്ള എത്ര ഇംഗ്ലീഷ് മാസം ഉണ്ടെന്ന് ചോദിച്ചാൽ മലയാള ഉത്തരം 4 ആയിരിക്കും. യഥാർത്ഥ ഉത്തരവും 11 തന്നെയാണ്. 11 മാസങ്ങൾക്ക് 30 ദിവസമുണ്ട്. 31 ഉള്ളതുകൊണ്ട് ഇല്ലാന്ന് അർത്ഥമില്ലല്ലോ. ഓരോ 4 വർഷം കൂടുമ്പോഴും ഓരോ ദിവസം കൂട്ടാൻ വേണ്ടി ഒരു എഗ്രിമെന്റ് ആക്കും മനുഷ്യർ. എങ്ങനെ ഈ 4 വർഷം കൂടുന്ന കണക്കാക്കുന്ന മതി. വളരെ പരിമിതമാണ്. 4 കൊണ്ട് വർഷത്തെ ഹരിച്ചാൽ ശിഷ്ടമില്ലെങ്കിൽ അത് ലീപ് ഇയർ ആണ്, അതിവർഷമാണ്. ഒരു ദിവസം കൂട്ടണം. അപ്പൊ 2020 ആണ്. 2020 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമില്ല, ശരി, അതുകൊണ്ട് അതിവർഷമാണ്. മുമ്പുള്ള 1900 എന്താ സംശയം? 1900 4 കൊണ്ട് ഹരിച്ചാല് ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് അതിവർഷമാണ്. 1800 അതും തന്നെ എന്താ വർഷം? 1800 4 കൊണ്ട് ഹരിച്ചാൽ ഇഷ്ടമില്ല, അതിവർഷമാണ്. പക്ഷേ ഇതൊന്നും അതിവർഷമല്ല. നൂറ്റാണ്ടുകൾ അതിവർഷമാകണമെങ്കിൽ 400 കൊണ്ട് ഹരിച്ചാൽ ഇഷ്ടം ഉണ്ടാകാൻ പാടില്ല. 400 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അപ്പൊ 1600 അതിവർഷമായി കഴിഞ്ഞാൽ പിന്നീട് 1700, 1800, 1900 അല്ല, 2000 ഉള്ളൂ. നിങ്ങൾ നോക്കി എത്ര കണക്കൂട്ട്, എത്ര ഈ ഒരു വർഷം ഞാൻ ചെറിയൊരു കാലയളവ് ഒന്നല്ല, വലിയ കാലയളവാണ്. ആ കാലയളവില് 400 വർഷമൊക്കെ കൂടുമ്പോഴാണ് ഒരു ദിവസമൊക്കെ വ്യത്യാസം വന്നത്. അതുപോലും മനുഷ്യൻ തിരിച്ചറിഞ്ഞു. അത്രയും കണക്ക് ഭൂഗോളത്തിന്റെ സ്പന്ദനം അങ്ങനെയും കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഇത് ലീപ്പ് ഇയറിന്റെ കാര്യമാണ്. ഇനി വേറൊരു സാധനമുണ്ട്, ലീപ്പ് സെക്കൻഡ്. നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ? ലീപ്പ് സെക്കൻഡിന് എന്താണ്? ലീപ്പ് ഒരു സെക്കൻഡ്, അതായത് ഇടക്കിടക്ക് നമ്മുടെ സമയത്തോട് ഒരു സെക്കൻഡ് കൂട്ടേണ്ടി വരും. ഒരു ദിവസം കൂട്ടുന്ന പോലെ തന്നെ ദിവസം ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരുമ്പോ ഓരോ 4 വർഷങ്ങൾ കൊണ്ട് ഓരോന്ന് കൂട്ടുമ്പോൾ കുറച്ച് അധികമാകുന്നുണ്ട്. അധികമാകുന്നതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് വേണ്ടാന്ന് വെച്ചത്. അപ്പൊ അത്രയും സൂക്ഷ്മമായ കണക്ക് മുമ്പേ തയ്യാറാക്കി. പക്ഷെ ഇപ്പോഴുള്ള കണക്കിന്റെ ഡീപ്പ് സെക്കൻഡാണ്. അതായത് ഇടക്കിടക്ക് നമ്മളെ ക്ലോക്കിന് ഇത് അറ്റോമിക്, നമ്മൾ കണ്ടുപിടിച്ച അറ്റോമിക് ക്ലോക്ക് കൃത്യമായ സമയം കാണിക്കും. അതിന് യാതൊരു മാറ്റം വരുത്താതെ കൃത്യമായിട്ട് കൊണ്ടുപോകും. പക്ഷെ അതേപോലെ ഭൂമി കറങ്ങുന്നില്ല. ഭൂമിക്ക് ചിലപ്പോ ഒരു സ്ലോ ആവുന്നത്, ചിലപ്പോ കുറച്ച് ഫാസ്റ്റ് പോലൊക്കെ ഉണ്ട്. അത് പല കാരണം കൊണ്ടാണ്. ചിലപ്പോ ഭൂകമ്പം ഉണ്ടാവും, പിന്നെ മറ്റു പല കാരണം കൊണ്ടും കൃത്യമായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇടക്ക് അത് കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. 5-6 മാസം കൂടുമ്പോൾ ഒരു സെക്കൻഡ് വ്യത്യാസമുണ്ട്. നമ്മൾ ഓർമ്മിക്കണം, 5-6 മാസം കൂടുമ്പോഴാണ് ഒരു സെക്കൻഡ് കൂട്ടി വരുന്നത്. എത്ര കൃത്യമായ കണക്കാണ് നിങ്ങൾ ഓർമ്മിച്ചു. ഇത് ഭൂമിയുടെ കണക്ക് മാത്രം. മറ്റ് നക്ഷത്രങ്ങളും ഗോളങ്ങളൊക്കെ ഈ രീതിയിൽ കൃത്യമായിട്ട് ഹാലിസ് കോമറ്റ്,
ഇതിലെ കൃത്യമായിട്ട് എനിക്ക് എന്റെ 76 വർഷമാണെന്ന് തോന്നുന്നുണ്ട്. 76 വർഷം അതിനെ കണ്ടുപിടിച്ച് അതിനെ കൃത്യമായിട്ട് കണക്കൂട്ടിയിട്ട് വരുന്ന പറഞ്ഞ ആൾക്ക് ഹാലിന്ന് പറഞ്ഞ ആൾക്ക് അത് കാണാൻ പറ്റിയിട്ടില്ല. അയാൾ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു ഇന്ന കൊല്ലത്തിൽ ആ ഇപ്പം കണ്ട കോമറ്റ് വീണ്ടും വരും, വാൽനക്ഷത്രം വരും എന്ന് അദ്ദേഹം കണക്കൂട്ടി. അത്ര രീതിയിലാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും എന്ത് കാര്യം എടുത്തു നോക്കിയാലും അതിൽ ഗണിതമുണ്ട്. ഏതെങ്കിലും ഒരു പേര് എടുത്തു നോക്കിയാൽ, ശ്രീധരൻ എന്നുള്ള പേര് എടുത്തു നോക്കിയാൽ അതിന് ഗണിതമുണ്ടെന്ന് വെച്ചാൽ ഏഴ് ഗണിതമൊന്നുമില്ല, ഉണ്ട്. അതിൽ അക്ഷരങ്ങളുടെ എണ്ണമുണ്ട്. അത് ഇംഗ്ലീഷ് എഴുതിയാൽ ഇത്ര, മലയാളത്തിൽ എഴുതിയാൽ ഇത്ര, അത് പ്രിന്റ് ചെയ്യുമ്പോൾ പോയിന്റ് ഇത്ര എന്നൊന്ന് കണക്കുണ്ട്, അതിൽ ഇത്ര മഷി വേണമെന്നുള്ള കണക്കൊക്കെ ഉണ്ട്. അതിൽ കൃത്യമായ കണക്കുണ്ട്. കണക്കില്ലാത്ത ഒരു വസ്തു. ഡ്രൈവറോട് ചോദിച്ചാൽ പറയും, ഡ്രൈവർ ഞാൻ കണക്ക് പഠിക്കുന്ന കാലത്തൊക്കെ വളരെ മോശമാണ്. പക്ഷെ ഒരു ഡ്രൈവർ കൃത്യമായ രീതിയിലാണ് കണക്ക് കൂട്ടിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആ കണക്ക് പറ്റിയാൽ അദ്ദേഹത്തിന്റെ ജീവനോടെ ഉണ്ടാവും. റോഡിന്റെ വീതി, നമുക്ക് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ വലിപ്പം, എതിരെ വരുന്ന വാഹനത്തിന്റെ വലിപ്പം, അവരുടെ വേഗത എല്ലാം കൃത്യമായ കണക്ക്. ഇത്ര മീറ്റർ അകലെയാണ് ആ വാഹനം, എന്റെ അടുത്തെത്തുമ്പോൾ ഇത്ര സമയം വേണ്ടി വരും, ആ സമയം എനിക്ക് മാറണമെന്ന് കൃത്യമായിട്ട് കണക്കൂട്ടി. പക്ഷേ ഡ്രൈവർ പറയാ എനിക്ക് കണക്കറിയില്ല. നിങ്ങൾ ഓർമ്മിച്ച് നോക്കൂ, എല്ലാവരും കണക്ക് ഉപയോഗിക്കും. വീട്ടമ്മ പാചകം ചെയ്യുമ്പോൾ കണക്ക് ഉപയോഗിക്കാതെയാണ് കണക്ക് പാചകം ചെയ്യും. കൃത്യമായിട്ട് കണക്ക് ഉണ്ട്. ഓരോ കറിയിലും ചോറിന് അരി എത്ര വേണമെന്നുണ്ട് കൃത്യമായിട്ട് കടന്നിട്ട് തന്നെ എടുക്കും. എല്ലാ രീതിയിലും കണക്ക് ഉപയോഗിക്കും. പക്ഷെ എല്ലാവരും പറയുന്നു കണക്കറിയില്ല. കണക്കറിയാത്ത രീതിയിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം കണക്കുണ്ട്. അളവ്, ഭക്ഷണത്തിന്റെ അളവ്, ടെമ്പറേച്ചർ, ഹൃദയമിടിപ്പ് എല്ലാം കണക്കാണ്. പക്ഷെ നമ്മളിത് കണക്കറിയില്ല എന്ന് മാത്രം വിശ്വസിച്ചിട്ട് പോവുക. അപ്പൊ കണക്ക് നമ്മുടെ ജീവിതത്തിലെ അഭാഗ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ കണക്ക് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ, പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ കണക്ക് പാടിപ്പോയി. ഒരു തമാശക്കൊരു ഉദാഹരണം പറയാം. ഒരാൾക്ക് പിന്നെ കുറച്ച് ക്ഷീണമുണ്ടെന്ന് വെച്ചോളൂ. അത് അദ്ദേഹത്തിന് രക്തം പരിശോധിച്ചപ്പോ ഇരുമ്പിന്റെ കുറവുണ്ട്, അയൺ കണ്ടന്റ് കുറവുണ്ടായിരുന്നു. നല്ലൊരു കാര്യം, ഇരുമ്പ് പൊടി, ഇരുമ്പ് ചിലപ്പോ ഈ വർഷപ്പിലൊക്കെ ഉണ്ടായി ഇരുമ്പ് പൊടിയുണ്ട്. ആ ഇരുമ്പ് പൊടി കഴിച്ചാൽ പോരെ, എന്താ പ്രശ്നം? ഇരുമ്പിന്റെ സത്ത്, ഇരുമ്പ് ഡെഫിഷ്യൻസി കുറയും, ഇല്ലാതാവും. അത് പിന്നെ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നതാണ് എന്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് കണക്ക് പഠിക്കുമ്പോൾ കണക്ക് മാത്രമായിട്ട് പഠിക്കരുത്. ഒരു കുട്ടിയുടെ കല പൊതുവെ കുറഞ്ഞിട്ടാണ്. ഈ ഒരു ചെറിയ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ ഒരു ദിവസം പഠിപ്പിച്ചു 8 2 10 7 1 10 പഠിപ്പിച്ചു. പിന്നെ 8 2 അതിന്റെ 5 5 10 പറഞ്ഞു. പിന്നെ 9 1 10 പറഞ്ഞു. ഇങ്ങനെ പലപ്പോഴും പലതും പറഞ്ഞപ്പോൾ ഈ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവുന്നു. ഇതെങ്ങനെ ഇതെല്ലാം പല വിധത്തിലാവുന്നത്? കാരണം 9 10 എന്തുകൊണ്ടാണ് 9 1 10 എന്നുള്ള പ്രായമായിട്ടുള്ള പരിശീലനം കൊടുക്കാത്തതുകൊണ്ടാണ് ആ രീതിയിൽ പ്രയാസമാണ്. അപ്പോ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഗണിതം രസകരമായി അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായ രീതിയിൽ ഗണിതത്തെ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും രസകരമായ ഒരു വിഷയമായിട്ട് മാറും. നമ്മുടെ കണക്കെന്ന് ഇല്ലാത്തൊരു വസ്തു ഇല്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ പലതും കണക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് നമ്മൾ പോരായ്മയാണ്. പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. ഉദാഹരണം, നമ്മൾ മലയാളത്തിൽ വെറുതെ ഒരു ഭാഷ പറയാം. എന്നോട് കമാ എന്നൊരു അക്ഷരം കൊണ്ടിരുന്നു. എന്നോട് കമാ എന്നൊരു അക്ഷരം കൊണ്ടിരുന്നു. എന്താ ഈ കമാ എന്നൊരു അക്ഷരം കൊണ്ടിരുന്നത്? കമാന്ന് 2 അക്ഷരമല്ലേ? ചോദിക്കണ്ടേ എന്താണ് കമാന്ന് 2 അക്ഷരമാണെങ്കിൽ ഇന്നതിന് ഒരക്ഷരം, എന്നോട് ഒരു അക്ഷരം കൊണ്ടിരുന്ന പറയുന്നതിന് പകരം കമാന്നൊരു അക്ഷരം കൊണ്ടിരുന്ന പറയുന്നു. അതിലും ഗണിതമുണ്ട്. എങ്ങനെയാണ് അതിന് ഗണിതം വരുന്നത് അറിയോ? നമുക്ക് അക്ഷരങ്ങള് ക ക ഗ ഗ ഇങ്ങനെ കുറെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളൊക്കെ. നമ്മള് പിന്നെ ഒരു തീരുമാനം എടുത്തു, അക്ഷരങ്ങൾക്ക് ഒരക്ക വില കൊടുക്കാന്നുള്ളതാണ്. അക്ഷരങ്ങൾക്ക് അക്കം. അപ്പൊ ക എന്നുള്ള ആദ്യത്തെ അക്ഷരം അത് 1, പിന്നെ ക 2, അങ്ങനെ ഗ 3, അങ്ങനെ അക്ഷരങ്ങൾ കൊടുത്തു. അക്ഷരങ്ങൾക്ക് അക്കങ്ങൾ കൊടുത്തു. അങ്ങനെ പ്രശ്നം ഇപ്പോ നമുക്ക് 9 അക്ഷരമേ ഉള്ളൂ 10. അക്കങ്ങൾ 9, പിന്നെ 0 10 വരും. 10 അക്ഷരം കഴിഞ്ഞാൽ പിന്നെ വിലയില്ല. അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ചു. അടുത്ത വരുന്നത് 1 2 3 അങ്ങനെ കൊടുത്തു. അങ്ങനെ വില കൊടുത്തു.
അപ്പോ ഇങ്ങനെ ഓരോ വില കൊടുത്തപ്പോഴും നമുക്ക് എന്ത് പറ്റി, എന്നുള്ള അതിന് പ്രത്യേക എല്ലാം പൂജ്യം. അപ്പൊ കാ എന്നുള്ളത് ഒന്നാണ്, കീ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. കാരണം കാ പ്ലസ് ഈ ആണ്, കാ പ്ലസ് പൂജ്യം, ഒന്ന് പ്ലസ് കീ. കൂ എന്നായാലും കെ എന്നായാലും കൈ എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന്. അപ്പൊ ഈ അക്ഷരങ്ങളും അക്കങ്ങളും തമ്മിൽ ബന്ധപ്പെടും. അപ്പൊ അത് നല്ല കളി, ഒരു തമാശയുള്ള കളിയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം നമ്പർ ഓർമ്മിക്കണമെങ്കിൽ, നമ്മുടെ കൺസ്യൂമർ നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ ഓർമ്മിക്കണമെങ്കിൽ അതിന് ആ വാക്കുകൾ, ആ അക്ഷരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്ക് രൂപിച്ചാൽ മതി. ഇപ്പൊ കാ ഒന്ന് വാ ഇത്ര എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് കവിത എന്ന് ഓർമ്മിച്ചാൽ ഇന്ന് അത് എത്രയാണെന്ന് നമുക്ക് കണക്കൂട്ടി കണ്ടുപിടിക്കാം. ആ രീതിയിൽ സംഖ്യകളും അല്ലെങ്കിൽ ഇത് പിന്നെ ഭാഷയും തമ്മിൽ ബന്ധപ്പെടുത്തി. അങ്ങനെ ബന്ധപ്പെടുത്തിയപ്പോൾ നമുക്ക് കമ എന്നുള്ള അക്ഷരം ഓർമ്മിക്കാം. ക എന്നുള്ളത് ഒന്നാണ്, മാ എന്നുള്ളത് 5ആണ്. ഇതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് നേരെ തിരിച്ചിങ്ങോട്ടാണ് പറയേണ്ടത്. പിന്നെ കാമ എന്നുള്ളത് 1, 5ആണെങ്കിലും അത് സംഖ്യാരൂപത്തിൽ എഴുതുമ്പോൾ ഇടത്തോട്ട് ഇങ്ങോട്ട് മാറണം. അപ്പൊ 51ആയി മാറും. കമ എന്ന് പറഞ്ഞാൽ 51ആണ്. അപ്പൊ 51 ആയതുകൊണ്ട് ഈ 51 മലയാളത്തില് 51 അക്ഷരങ്ങളുണ്ട്. അപ്പൊ ഈ 51 അക്ഷരങ്ങൾ ഒന്നുപോലും എന്നോട് വേണ്ടരുത് എന്നുള്ളതാണ് കമ എന്ന അക്ഷരം എന്ന് പറയുന്നത്. ഇത് ആരും അത് ചോദിക്കാറില്ല. കമ എന്ന് വെച്ചാൽ ഒന്നും കണ്ടില്ല. അത്രയും യഥാർത്ഥത്തിൽ കമ എന്ന് പറഞ്ഞാല് 2 അക്ഷരം അല്ല, 51 മലയാളത്തില് 51 അക്ഷരങ്ങളിൽ ഒന്നുപോലും വേണ്ടരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ അക്ഷരങ്ങൾ വളരെ രസകരമായ കാര്യമാണ്. പല തമാശകളുണ്ട്. ഒരു തമാശ, ഈ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഒരു അധ്യാപകനോട് ഒരു കുട്ടി ചോദിച്ചു, സാറേ ഈ ഒരു കോടി എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് കുറെ 7 പൂജ്യമാണല്ലോ, അതെങ്ങനെയാണ്, അതിനൊരു പിന്നെ ഒരു വാക്ക് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 1 അല്ല 2 വാക്ക് പറഞ്ഞോളൂ. ആന നന്ന നനഞ്ഞപ്പോൾ ഞാനും നന്ന നനഞ്ഞുപോയി. ആന നന്ന നനഞ്ഞപ്പോൾ ഞാനും നന്ന നനഞ്ഞുപോയി. ആ പൂജ്യാണ്, നാ പൂജ്യാണ്. നന്ന നനഞ്ഞപ്പോൾ എല്ലാം പൂജ്യാണ്. പിന്നെ പോ എന്നുള്ള പാ ഒന്നാണ്, കടപ്പയാണ്, പോ ഒന്നാണ്. അപ്പോ 0 0 0 1 ഞാൻ നേരെ തിരിച്ച് 1 0 0. ആന നന്ന് നനഞ്ഞപ്പോൾ ഞാനും നന്ന് നനഞ്ഞുപോയി. അവിടെ ആ വാക്കുകൾ, ആ ഒരു സെന്റൻസ് കൊണ്ട് 2 കോടിയായി. ഒരുപാട് കഥകൾ അതിനെപ്പറ്റി പറയാം. ഇപ്പം ചെറിയ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഓരോ പിന്നെ ഇംഗ്ലീഷ് മാസങ്ങള്, ദിവസങ്ങൾ കണക്കൂട്ടാൻ ഓർമ്മിക്കാൻ കുറച്ച് പ്രയാസമാണ്. ജനുവരി 31, ഫെബ്രുവരി എന്ന് വെച്ചിട്ട് അങ്ങനെ കണ്ടുപിടിക്കും, പിന്നെ ഓർമ്മിക്കാൻ പ്രയാസം. അപ്പൊ അതിന് ഒരു പാട്ടുണ്ട്, ഒരു ഗാനം. പലഹാരെ പാല് നല്ലോ പുലർന്നാലോ കലക്കില്ല, ഇല്ലാ പാലുന്ന ഗോപാലൻ അംഗമാസം ദിനം ക്രമാൽ. പലഹാരെ പാല് നല്ലോ, പാല്ല, പാ 1 എല്ലാ 3ആണ്. അത് നേരെ തിരിച്ച് 31. ഹാരെ 87 എന്നുള്ള 28 ആവും. പലഹാരെ പാല് നല്ലോ. അങ്ങനെ ആ പദ്യം പഠിച്ചു കഴിഞ്ഞാല് ഓരോ ഇംഗ്ലീഷ് മാസത്തിനും എത്ര ദിവസം ഉണ്ടെന്ന് അവസാനം വരുന്നത് അംഗമാസം ദിനം ക്രമാൽ. അംഗമാസം ഇംഗ്ലീഷ് മാസം, അംഗമാസം ദിനം ക്രമാൽ, ക്രമത്തിൽ ഇംഗ്ലീഷ് മാസം കിട്ടുന്നതാണ്. ഇംഗ്ലീഷ് മാസത്തിന് പേരും കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചോന്നും അറിയില്ല. ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരുകള്, പണ്ടുള്ള പേരുകള് ആണ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. സെപ്റ്റംബർ എന്ന് പറഞ്ഞാല് സപ്തം മലയാളത്തിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. സപ്തം 7ആണ്. ഒക്ടോബർ എന്നുള്ളത് 8, നവം 9ആണ്. നവരസങ്ങളൊക്കെ 9ആണ്. ദശം 10ആണ്. മലയാളത്തിൽ പോലും ദശ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ വാക്കിൽ നിന്നാണ് അതിന് പേര് കൊടുത്തത്. ഏഴാമത്തെ മാസം, 8ാമത്തെ മാസം, 9ാമത്തെ മാസം, 10ാമത്തെ മാസം തന്നെയാണ് പേര്. പക്ഷേ ഇപ്പോഴത് മാറിയിരിക്കുന്നു. 7ാമത്തെ മാസം ഒന്നുമല്ല, സെപ്റ്റംബർ 7ാമത്തെ മാസമല്ല. ഇതൊക്കെ ഓർഡർ പേര് പോലെ നല്ലൊരു പോകുന്നത്. ഡിസംബർ എന്ന് പറയുകയും ചെയ്യും, അത് 12ാമത്തെ മാസമാകും. കാരണം ഇത് ഈ പേരിടുന്നതിന് മുമ്പില് ജനുവരി, ഫെബ്രുവരി ആദ്യം ഉണ്ടായില്ല. മാർച്ച് മുതലായിരുന്നു തുടങ്ങി. മാർച്ച് മുതൽ തുടങ്ങിയിട്ട് അപ്പൊ 7, 8, 9, 10 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ കണക്കില്ല. പക്ഷെ പിന്നീട് ജനുവരി, ഫെബ്രുവരി ചേർത്തപ്പോഴും പേരിൽ മാറ്റം ഉണ്ടായില്ല. 7ാമത്തെ മാസം എന്നുള്ളത് 9ാമത്തെ മാസം അതിന് മാത്രമേ ഉള്ളൂ.
പേര് മാറ്റിയിട്ടില്ല. ഇപ്പൊ ശങ്കരൻകുട്ടി ഒരു ചെറിയ പേര് കൊടുത്തു കഴിഞ്ഞാല് കുറെ വളർന്ന് വലുതായി 50 വയസ്സൊക്കെ ആയാലും പിന്നെയും കുട്ടി തന്നെയാണ്. അതേപോലെ പേരിലൊന്നും മാറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഗണിതമായിട്ട് രസപ്പെട്ട എല്ലാ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിത്യ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയും. ഇത് മലയാളത്തിൽ മാത്രമല്ല കേട്ടോ, ഇംഗ്ലീഷിലും ഇങ്ങനെ ചില പ്രയോഗങ്ങൾ. ഇത് പൈയുടെ വില നിങ്ങൾക്കറിയാം, 3.14 ആണ്. അതിന് മേ ഐ ഹാവ് എ ലാർജ് കണ്ടെയ്നർ ഓഫ് കോഫി എന്ന് ഓർമ്മിച്ചാൽ മതി. മേ ഐ ഹാവ് എ ലാർജ് കണ്ടെയ്നർ ഓഫ് കോഫി. മേ എന്നുള്ളത് 3 അക്ഷരം, 3. മേ ഐ 1, മേ ഐ ഹാവ് 4, ശരി 4. അപ്പൊ അത് ഓർമ്മിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ ഓർമ്മിക്കാനുള്ള പല സൗകര്യങ്ങളും ഈ അക്ഷര രീതിയിലാവാം. അതുപോലെ മറ്റൊരു രസകരമായ വസ്തുത, ഈ അക്ഷരങ്ങൾക്ക് അക്കങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഇംഗ്ലീഷിലുണ്ട്. ഇപ്പം 1 + 1 = ONE, 1 + 1 ONE = TWO. ഈ O എന്നുള്ളതിന് ഒരക്കം കൊടുക്കുക, എന്നിന് ഒരക്കം കൊടുക്കുക, ഈ എന്നുള്ളതിന് അക്കം, അതേ അക്കം എന്നതായി അത് കൂട്ടിക്കഴിഞ്ഞാൽ TWO ആവണം. ഈ O എന്നുള്ളത് അത് തന്നെ ആയിരിക്കണം. ആ രീതിയിലുള്ള ഒരു ഇങ്ങനത്തെ പസിൽസിന് ആൽഫ ന്യൂമറിക് പസിൽസ് എന്ന് പറയും. അത് വളരെ രസകരമായത്, അതിനെ കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. അതുപോലെ 2 + 2 = 4, TWO FOUR 4 കിട്ടുക. അപ്പോൾ അതിനകത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു അക്ഷരത്തിന് ഒരക്കം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് കൊടുത്താൽ മറ്റൊരു അക്കത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തുകൊണ്ടാകാം. ഒരുപാട് പസിൽസ് ഉണ്ടാവും. ഐ ഹാവ് സി ആൻ ആപ്പിൾ, അങ്ങനെ ഒരുപാട്. സെൻഡ് മോർ മണി, SEND, സെൻഡ് + MORE, മോർ ഈക്വൽസ് മണി. മോർ എന്നുള്ള M തന്നെ ആയിരിക്കണം, മണി എന്നുള്ളത് M, ഒരക്ഷരം. ആ രീതിയിലുള്ള ഒരുപാട് പസിൽസ് ഉണ്ട്. അതൊക്കെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏതായാലും ഗണിതം എന്നുള്ളത് കാരണം ക്ലാസ്സിൽ പാഠഭാഗങ്ങൾ ഒരുപാട് പഠിപ്പിക്കാനുള്ള സമയത്ത് ഇത്തരം പസിൽസോ തങ്ങളുടെ തമാശകളൊന്നും പഠിക്കാനുള്ള പറഞ്ഞു തരാനുള്ള സമയം ഉണ്ടാവില്ല. അതിന് മാത്തമാറ്റിക്സ് ക്ലബ്ബുകളുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ട് നെറ്റിലും മറ്റും നോക്കിക്കൊണ്ട് നന്നായ രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ കണക്ക് ഏറ്റവും രസകരമായ അതുമായി മാറും. കണക്കിനെ പറ്റി ഒരു വിശേഷണമുണ്ടല്ലോ, മാത്തമാറ്റിക്സ് ക്യൂൻ ഓഫ് സയൻസ്, ക്യൂൻ ഓഫ് ഓൾ സയൻസസ് എന്നും. അത് മാത്തമാറ്റിക്സ് പിന്നെ അതുപോലെ ഓൾ സയൻസ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഓൾ സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസിൽ മാത്രമുള്ളതാണ്. മാത്തമാറ്റിക്സിന്റെ ക്യൂൻ ഓഫ് ഓൾ സയൻസസ് എന്ന് പറഞ്ഞാൽ സയൻസസിന്റെ ക്യൂനാണെന്ന് അർത്ഥം. സയൻസിന്റെ ക്യൂൻ മാത്രമൊന്നുമല്ല. നേരത്തെ പറഞ്ഞ പോലെ ഭൂഗോളത്തിന്റെ സ്പന്ദനം എന്ന് പറഞ്ഞിട്ട് ആ ഭൂഗോളത്തിന്റെ അടുത്ത് മാത്രം ഒതുക്കാനൊന്നും പറ്റില്ല. ഗണിതം എന്നുള്ളത് എല്ലാറ്റിന്റെയും രാജ്യം, എല്ലാ സബ്ജക്റ്റുകളുടെയും സബ്ജക്റ്റ് എന്ന് മാത്രമല്ല, എന്ത് കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗണിതം ഉണ്ടാകും. കാരണം ആകൃതിയോ അക്കമോ ഇല്ലാത്ത, അളവോ ഇല്ലാത്ത യാതൊരു പ്രതിഭാസവും പ്രപഞ്ചത്തിലില്ല. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് പഠിക്കണമെങ്കിലും ഗണിതം കാണാം. ഫിസിക്സ് പഠിക്കണമെങ്കിലോ കെമിസ്ട്രി പഠിക്കണമെങ്കിലോ ഒരു ഇക്വേഷൻ കെമിസ്ട്രിയിലുണ്ട്. H2 + O = വാട്ടർ, ജലം, ഹൈഡ്രജനും ഓക്സിജനും. അവിടെയും 4 + 3 = 7 എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ആ സാമ്യങ്ങൾ കണ്ടെത്തും. ഫിസിക്സ് അത് ഗണിതമുണ്ട്. ഗണിതമില്ലാത്ത ഒരു വസ്തുതയോ പ്രപഞ്ചത്തിൽ, ഒരു വിഷയമോ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു ചവിട്ടുപടിയായിട്ട്